കോട്ടയത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടി അദ്ദേഹമാണ് ഉള്ളത്. ഏതാണ്ട് 89,000-ഓളം വോട്ട് കഴിഞ്ഞ തവണ പോൾ ചെയ്തതിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്. അത് ഇടത് മണ്ഡലമെന്നല്ല, ഈ വലത് മണ്ഡലം എല്ലായിടത്തും, വൈക്കം ഉൾപ്പെടെയുള്ളിടത്തും കുറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൽ സംഭവിക്കുന്നത്? കോട്ടയം പാർലമെൻറ്റ് മാത്രമല്ല, കേരളത്തിലെ 14 പാർലമെൻറ്റ് നിയോജകമണ്ഡലങ്ങളിലും ഇതുപോലുള്ള കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോട്ടയത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത എന്നെടുത്ത് നമുക്ക് കാണിക്കാനേ ഇല്ല. ഒരു ജനറൽ ഫീച്ചർ, ആ ജനറൽ ഫീച്ചറിനകത്ത് കോട്ടയവും വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പുറത്ത് വന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ പെർസെൻറ്റേജിനേക്കാൾ കുറച്ചുകൂടെ മുകളിലോട്ട് പോകും. ഒരു 70-71 വരെ വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഫൈനലായിട്ടുള്ള ഫിഗർ വന്നിട്ടില്ല. മാധ്യമങ്ങളിൽ വന്നതുപോലും അത് അന്തിമ ലിസ്റ്റല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അന്തിമ ലിസ്റ്റ് ഇനി വരികയും ചെയ്യണം. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്ന് പറയാൻ കാരണം ഇടതു മുന്നണിക്കുള്ള ആൻറ്റി ഇൻകുംബൻസിയാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ. മാത്രമല്ല, ഇന്നലെ ഇടതു മുന്നണിയിൽ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടായ പടലപിണക്കവും അതിനെക്കുറിച്ചുള്ള പരസ്യ പ്രസ്താവനയും സ്വാഭാവികമായിട്ടും ജനങ്ങളിലുണ്ടാക്കിയ പ്രതികരണം എന്താണ് എന്നുള്ള എല്ലാവരും കണ്ടതാണ്. ആ സാഹചര്യവും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു സിറ്റുവേഷനാണ്. ഇത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, കോൺഗ്രസ് ബി ജെ പിയിൽ പോകുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രചരണം. ആ പ്രചരണത്തിന് ഇനി പ്രസക്തിയില്ലാത്ത നിലയിലേക്ക് ആ വിഷയം എത്തി എന്നാണ് വിലയിരുത്തുന്നത്. അത് ഇവർ വെറുതെ പറയുന്നതാണ്. ഇവരുടെ കാര്യം എന്താ? ഏറ്റവും കൂടുതൽ ബി ജെ പി പോയിട്ടുള്ളത് CPM നിന്നാണ്. ബംഗാളിലെ സഹോക്കന്മാരെല്ലാം പോയത് എവിടെയാണ്? അവർ പോയി രാജ്യം വിട്ടു പോയതല്ലോ. അവരെല്ലാം ആ നാട്ടിലുണ്ട്, അവരെല്ലാം ബി ജെ പിയിലുണ്ട്. ത്രിപുരയിലെ സഖാക്കന്മാർ പോയത് ഇതുവഴിയാണ്. ഞാൻ അവരുടെ പേരിൽ ലിസ്റ്റ് ഒന്നും പറയുന്നില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ അവരും ആ ത്രിപുരയിൽ തന്നെയുണ്ട്, പക്ഷേ അവർ ബി ജെ പിയിലുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തുകൊണ്ടിരുന്ന ഒരു പാർട്ടി അവരാണ് എന്നുള്ള ഒരു ജാള്യത അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവർ മറ്റുള്ള ആളുകളുടെ തലയിലേക്ക് വെക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലുള്ള സ്ഥിതി എന്താ? കേരളത്തിൽ ബി ജെ പിയിലേക്ക് ആളിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ തീവ്ര ശ്രമം നടത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളത് അവരുടെ ശരീരഭാഷ കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാണല്ലോ. അവരാണ് കൃത്യമായി ബി ജെ പിയിലേക്ക് ആളിനെ തള്ളിവിട്ടുകൊണ്ടേയിരിക്കുന്നത്. അവസാനം തള്ളി എന്തായി? അവരിൽ തന്നെ ചില ആളുകൾ പോകും എന്നുള്ള സംശയം പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ മറ്റുള്ള ആളുകളെക്കുറിച്ച് ആക്ഷേപം അത് സ്വയം ഏറ്റെടുക്കേണ്ട രൂപത്തിലേക്ക് അവർ വന്നില്ലേ? ഞാൻ പറയുന്ന ഈ ആക്ഷേപഹാസ്യം അവസാനിപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ഇനിയെങ്കിലും തയ്യാറാകണം. അവരുടെ കാര്യം നോക്കട്ടെ. മറ്റുള്ളവരെക്കുറിച്ച് ഉപദേശിച്ച് കുളത്തിൽ പോയ മട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ആളുകളുടെ മുമ്പിൽ പരിഹാസ്യരായില്ലേ അവർ. PPയെ LDF ഗവൺമെൻറ് സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും എന്നൊക്കെയാണ്. ഫലത്തിൽ മുഖ്യമന്ത്രി സാധാരണഗതി ഇല്ലാത്ത പോലെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടൊക്കെ രംഗത്ത് വരികയും ചെയ്യുന്നു. അങ്ങനെ മാറ്റും എന്നൊക്കെയാണ് വരുന്ന വാർത്തകൾ. ചിലപ്പം മാറ്റുമെന്ന് നേരത്തെ തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കുമല്ലോ ഈ സംഭവ വികാസങ്ങളൊക്കെ. മാത്രമല്ല, EP അവരുടെ ഗുഡ് ലിസ്റ്റിലല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. EP ഒതുങ്ങുന്നതാണോ ആ ഒരു പട്ടിക? ഇപ്പോൾ CPMലെ മുതിർന്ന നേതാക്കൾ പലരും കഴിഞ്ഞ മന്ത്രിസഭാ കാലത്ത് തന്നെ ഒതുക്കപ്പെട്ടു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അങ്ങനെയാണോ? എന്താണത്? മാർക്സിസ്റ്റ് പാർട്ടിയിൽ യഥാർത്ഥത്തിലൊരു ആഭ്യന്തര കലഹം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർ ആ പാർട്ടിയുടെ പ്രത്യേകത കൊണ്ട് അതിപ്പോൾ പെട്ടെന്ന് പുറത്തു വന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കലഹം അവർക്ക് ഒതുക്കാൻ പറ്റില്ല. കാരണം തലമുറകളെ അടിച്ചമർത്തിയില്ലേ. ആദ്യത്തെ ഈ പാർട്ടിക്കകത്ത് പാർലമെൻ്ററി പ്രാക്ടീസുള്ള ആളുകൾ 2 പ്രാവശ്യം തുടർച്ചയായി ജയിച്ചാൽ പിന്നെ അവർക്ക് സ്ഥാനമില്ല എന്നുള്ള നില വന്ന് എത്ര പേര് നിയമസഭയിൽ നിന്ന് പുറത്തുപോയി? അവരെല്ലാം സംതൃപ്തരായി നാട്ടുപുറത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അതുപോലെ തന്നെ ഇപ്രാവശ്യവും അതേ രൂപത്തിൽ തന്നെ വന്നില്ലേ. മന്ത്രിസഭയ്ക്കകത്ത് നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്ന ആളുകളെ പോലും കാലാവധി പറഞ്ഞ് തട്ടിയില്ലേ. എന്നിട്ടെന്തായി? ജൂനിയർ മിനിസ്റ്റേഴ്സ് വന്നു, പക്ഷേ അവരുടെ പെർഫോമൻസിലും ജൂനിയറായിപ്പോയി. അപ്പോൾ ഈ വന്ന പ്രോസസ്സ് മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടായ അപച്യുതിയുടെ ഒരു സൂചനയായി ഞാൻ കാണുകയാണ്. പക്ഷേ ഇവരെ ഇപ്പോൾ EP ആണെങ്കിലും സെലക്ട് ചെയ്യുന്നത് BJP ആണ്. അതെന്തുകൊണ്ടാണ്? കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് BJP? കാരണം കോൺഗ്രസുമായിട്ട് മുഖാമുഖം ഫൈറ്റല്ലേ. കേരളത്തിലെ ഏത് പഞ്ചായത്തിൽ ചെന്നാലും ഏത് ബൂത്തിൽ ചെന്നാലും മറുവശത്ത് കോൺഗ്രസ് ഉണ്ട്,
അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ ഒരു സ്റ്റേജ് വരും. പിന്നെ ഇവർ ചെറിയ കാലം മുതലേ ആൻറ്റി കോൺഗ്രസ് എന്നുള്ള നിലയിൽ ആളുകളെ ട്രെയിൻ ചെയ്യിച്ചു കൊണ്ടുവരുമല്ലേ. കോൺഗ്രസ് വിരുദ്ധതയായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം. അതുകൊണ്ട് എന്തായി, അവർക്ക് കോൺഗ്രസിനേക്കാൾ പ്രതിപത്തി ഇവിടെ BJP ആണെന്ന നിലയിലേക്ക് വന്നു പെട്ടു. അതായിരിക്കാം. യെസ്, അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. എന്തായാലും കോട്ടയത്ത് തികഞ്ഞ വിജയപ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നു. ഒപ്പം CPM രാഷ്ട്രീയത്തിൽ നടക്കുന്ന പുതിയ മാറ്റങ്ങളെ കൃത്യമായ രാഷ്ട്രീയ ആയുധമായി ഏറ്റെടുക്കുക.